നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാട്ടിലപ്പള്ളിയിൽ പുലിക്കൂട് കണ്ട് മടങ്ങിയ പുലി സമീപത്തെ വീട്ടിലെ ആടിനെ കൊന്നു. മംഗലം തേങ്ങാത്തക്കോട്ട ക്ഷേത്രത്തിൽ തീപിടുത്തം. തിരുനാവായിൽ 8-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ തട്ടി UDF-ൽ വീണ്ടും കലഹം. ചെറിയമുണ്ടം കേരസമിതിയുടെ കീഴിൽ ആരംഭിച്ച ഉൽപ്പാദന വിപണന യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കാർ ലോണിന്റെ മറവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ലക്ഷങ്ങൾ തട്ടിയ പ്രതി അറസ്റ്റിൽ. തിരൂരിൽ താഴെപ്പാലത്ത് BSNL കെട്ടിടത്തിൽ കസ്റ്റമർ കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങി. വിശദമായ വാർത്തകൾ. കാട്ടിലപ്പള്ളിയിൽ പുലിക്കൂട് കണ്ട് മടങ്ങിയ പുലി സമീപത്തെ വീട്ടിലെ ആട്ടിനെ കൊന്നു. വാടിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ ചെറിയകത്ത് കബീറിൻ്റെ ആട് ഫാമിലെ 2 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് പുലി കൊന്നൊടുക്കിയത്. ചൊവ്വാഴ്ച കൂട്ടായിലെ പുതിയോട്ടിപ്പറമ്പിൽ ബീവാത്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 ആടുകളെയും പുലി കൊന്നിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പുലിക്കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. വാടിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ ചെറിയകത്ത് കബീറിന്റെ ആട് ഫാമിലെ 2 വയസ്സ് പ്രായമായ ആട്ടിൻകുട്ടിയാണ് പുലി കൊന്നൊടുക്കിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെയോടെ പരിശോധന നടത്തിയപ്പോൾ ആടിനെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് മംഗലം വെറ്റിനറി ഡോക്ടർ അയന B. സനൽ പരിശോധന നടത്തി. അങ്ങനെ വലിയായിട്ടില്ല, ഡയറക്റ്റായിട്ട് കടിച്ചു പിടിച്ച് ആടിനെ കൊന്നിട്ട് ആ ഒരു രീതിയിലാണ് കാണുന്നത്. മീറ്റ് മൊത്തം എടുത്തിട്ട് ഫുൾ സ്കിന്ന് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് സ്ട്രാങ്കുലേഷൻ കാരണം കടിച്ചു പിടിച്ചിട്ടുള്ള ശ്വാസം മുട്ടൽ കാണും. അതങ്ങനെ സത്തായിട്ടുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക. ഞാൻ സാധാരണ ഒരു 6-6:30ക്കാണ് കൂട് തുറക്കുക. ഇന്ന് നേരം വൈകിട്ടാണ് കൂട് തുറന്നത്. കൂട് തുറന്ന് ആ ഡോർ തുറന്നിട്ട് വന്നപ്പോൾ തന്നെ ഇത് ഈ കോലത്തിലാണ് കാണുന്നത്. ഈ രീതിയിലാണ് ഇത് കാണുന്നത്. ഈ ആടിനെ കാലിന് സുഖമില്ലാണ്ട് ഈ കൂട്ടിൽ കയറ്റില്ല. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അകത്താണ്, ഇവിടെ ഈ ബൗണ്ടറിലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഈ കോലത്തിൽ കണ്ടു. അപ്പോൾ ഫോറസ്റ്റിനെ അറിയിച്ചു. ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ഏകദേശം പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പുലിക്കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല. വെട്ടന്യൂസ് കൂട്ടായി. മംഗലം തേങ്ങാത്തക്കോട്ട ക്ഷേത്രത്തിൽ തീപിടുത്തം അണക്കാനായത് പരിസരത്തുള്ള തൊട്ടിയിൽ പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഒഴിവായത് വലിയ ദുരന്തവും ആശങ്കയും. ഇന്നലെ വൈകിട്ടാണ് മംഗലം തേങ്ങാത്തക്കോട്ട ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത്. ചുറ്റുവിളക്കിൽ നിന്നും തീ പടർന്ന് ഉള്ളിലെ മേശയും മരവും കത്തി. ഇതിനിടെ പരിസരത്തുള്ള തൊട്ടിയിൽ പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ തൊട്ടിയിൽ ബാപ്പുട്ടി, പഞ്ചായത്തംഗം റാഫി മാസ്റ്റർ, മുജീബ് എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഉടൻ തന്നെ മൂവരും ചേർന്ന് വെള്ളം എത്തിച്ച് തീയണച്ചു. അടുത്തടുത്തായാണ് ഇവിടെ അമ്പലവും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. പരസ്പര സഹകരണത്തോടെയാണ് ഇവിടെ 2 കമ്മിറ്റികളുടെയും പ്രവർത്തനം. ഇത് നാടിന്റെ മതസൗഹാർദ്ദ മാതൃക കൂടിയാണ്. വെട്ടന്യൂസ് മംഗലം. തിരുനാവായ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. തിരുനാവായ പഞ്ചായത്ത് സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് 8-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാവായ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തിരുനാവായ ടൗണിൽ നിന്നാരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് തിരൂർ SI രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞത്. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി ഉമ്മർ കുരുക്കൾ ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുളയ്ക്കൽ മുഹമ്മദ് അലി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി 8ാം വാർഡിൽ നാഥനില്ലാത്ത അവസ്ഥയാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുപിടിച്ച് ഭരണസമിതിയിലെ ഒരു വിഭാഗവും CPM-ഉം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആരെ ഭയന്നിട്ടാണ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതെന്നും വാർഡിൽ എത്രയും വേഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളും സെക്രട്ടറിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വെട്ട ന്യൂസ് തിരുനാവായ. ചെറിയമണ്ടം കൃഷിഭവന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയമണ്ടം കേരസമിതിയുടെ കീഴിൽ ആരംഭിച്ച നാളികേരത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നിവയുടെ ഉൽപ്പാദന വിപണന യൂണിറ്റ് പറപ്പൂത്തടത്ത് ചെറിയമണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമുന യൂസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT നാസർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ റജീന, അംഗങ്ങളായ TA റഹീം, NA നസീർ, O സെയ്ദ് അലി, V മൻസൂർ, T ഇബ്രാഹിംകുട്ടി, ചെറിയമുണ്ടം കൃഷി ഓഫീസർ PP ഷഹനില, ചെറിയമുണ്ടം സർവീസ് ബാങ്ക് പ്രസിഡന്റ് സൽമാൻ, കേരസമിതി പ്രസിഡന്റ് CK ഹൈദർ, സെക്രട്ടറി നെല്ലിയാളി അഷ്റഫ്, ട്രഷറർ ഷൌക്കത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA റഫീഖ്, CR മോഹൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് നടത്തിപ്പുകാരായ P സുലൈഖ, K ആയിഷുമു എന്നിവർ പ്രവർത്തനം വിശദീകരിച്ചു. വെട്ട ന്യൂസ് ചെറിയമുണ്ടം. കാർ ലോണിന്റെ മറവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ പ്രതി പിടിയിൽ. പാലക്കാട് സ്വദേശിയാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. തട്ടിപ്പിൽ 5,70,5,000 രൂപ നഷ്ടം സംഭവിച്ച ധനകാര്യ സ്ഥാപനം തുടർച്ചയായി യുവാവ് അടവ് തെറ്റിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെട്ട ന്യൂസ് തിരൂർ. തിരൂരിൽ താഴെപ്പാലത്ത് BSNL കെട്ടിടത്തിൽ പുതിയ BSNL കസ്റ്റമർ കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങി. സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വൈഫൈ കണക്ഷൻ, പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് സിം കാർഡുകൾ റീചാർജ്, ബില്ലടയ്ക്കൽ, കേടായ സിം കാർഡ് മാറ്റി നൽകൽ, സിം ട്രാൻസ്ഫർ, ലാൻഡ് ലൈൻ ബില്ലടയ്ക്കൽ തുടങ്ങിയ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ K മോൾസിക്കുട്ടി മറിയാമ്മ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ രഘുനാഥ്, സംഗനാൽ സെയ്തലവി, AGM മാർക്കറ്റിംഗ് ഉദയകുമാർ, പ്ലാനിംഗ് രാമചന്ദ്ര, ഇന്റേണൽ മുരളി മോഹൻ, ഉമ, JDO നിവേദ്യ, SDE സുബൈർ, പ്രദീപ് എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.